ഞായറാഴ്ചയായിട്ട് ഇന്നിപ്പം ദേ കുറച്ച് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 20 മിനിറ്റ് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പൊരിച്ചെടുക്കാനായിട്ട് 2 സവോള, പിന്നെ കുറച്ച് പൈനാപ്പിളും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്ന സവോളയൊക്കെ അത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മുടെ വഴറ്റാൻ വെച്ചിരിക്കുന്ന സവോളയിലേക്ക് കുറച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിൻ്റെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ, അതിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ബേ ലീഫും ഏലക്കയും പിന്നെ ഒരു ജാതിപത്രിയും 2 സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വരട്ടെ. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഇത്രയും വെള്ളമൊക്കെ വേണം. ഇത്രയും ചാറുണ്ടെങ്കിൽ നമ്മളുടെ ബിരിയാണി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുള്ളൂ. ഇനി നമുക്കിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കത് വറുത്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇവിടെ ഇങ്ങനെ മുന്തിരിയും കശുവണ്ടിയൊക്കെ വറുത്ത് കോരി വെച്ചാൽ മക്കൾക്ക് ഇങ്ങനെ എടുത്ത് തിന്നാൻ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴേക്ക് അതിലേക്ക് നമ്മളൊരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച അരി, 3 നാഴി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുത്തു. അതിന് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇരുന്ന് അവിടുന്ന് വേകട്ടെ. അത് വെന്ത് വരുന്ന സമയം വേഗം വെന്ത് കിട്ടും കേട്ടോ. ഒരു 80% നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ നമുക്ക് വെന്ത് കിട്ടിക്കോളും. ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ നമ്മുടെ ബിരിയാണി ആകെ മൊത്തം കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് വേവിക്കാനായിട്ട് നിൽക്കേണ്ട. നമ്മൾ കൈ കൊണ്ട് തൊട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പോകുന്ന പോലെ ആകുന്ന പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിനായിട്ട് നമ്മുടെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഗ്രേവി അടക്കം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കുക. പിന്നെ ചോറിൻ്റെ മേലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സവാള പൊരിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കുക. ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. വീണ്ടും അതിൻ്റെ മേലെ നമ്മൾ അടുത്ത ലെയർ ചോറിടുക. പിന്നെ കശുവണ്ടിയും മുന്തിരിയും നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ ആവശ്യത്തിന് നെയ്യും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഏറ്റവും ടോപ്പ് ലെയറിൽ ഞാൻ എന്താ പറയുക, നമ്മളുടെ ഇലകളില്ലേ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ നമ്മൾ ദമ്മ് ചെയ്ത് കഴിയുമ്പം അതിങ്ങനെ ആകെ കറുത്തിരിക്കും. അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ദമ്മ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു പഴയ പാൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ദമ്മ് ചെയ്യാനായിട്ട് വെച്ചത്. പിന്നെ ഏറ്റവും മേലെ ഒരു ഇരുമ്പ് ചട്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ മക്കൾ ഭയങ്കര ബിരിയാണിയുടെ അവേഴ്സാണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, അമ്മ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ, ബിരിയാണി ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഞായറാഴ്ചകളിൽ മിക്ക ഞായറാഴ്ചകളിൽ നല്ല
2 ഞായറാഴ്ചകളിലൊക്കെ ഇടവിട്ട് ഞാൻ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതേ നമ്മൾ സല്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദേ ഒരു നാരങ്ങ അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണിതാ ഇങ്ങനെ ബിരിയാണിയായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.